VSന്റേത് മണിച്ചിത്രത്താഴോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മണി രാജിവെക്കണം എന്ന് നേരത്തെ തന്നെ പ്രതിപക്ഷം നിലപാടെടുത്തതാണ്. ആ കാര്യത്തിൽ കോടിയേരി അടക്കമുള്ളവരുടെ പ്രതികരണവും വന്നു. ഇപ്പോൾ പുതിയൊരു സാഹചര്യം വന്നിരിക്കുന്നത് കേന്ദ്ര നേതൃത്വത്തെ മണി തുടരുന്നത് ധാർമ്മികമായി ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് VS ധരിപ്പിച്ചിരിക്കുന്ന കത്താണ്. പക്ഷേ ഈ കത്തിനെ സ്ഥിരീകരിക്കാതെ പഴയ നിലപാട് തന്നെ കോടിയേരി ആവർത്തിച്ചിരിക്കുകയാണ്. പക്ഷേ കത്ത് സ്ഥിരീകരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നിലപാട് മാറ്റേണ്ടി വരും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അതോ പ്രതിപക്ഷത്തോടെടുത്ത അതേ സമീപനം തന്നെ ഈ പുതിയ സാഹചര്യത്തിലും CPM-ഉം ഈ സർക്കാരും തുടരുമെന്നാണോ കരുതുന്നത്? ഇവിടെ എന്നോട് വേണു ചോദിച്ച ചോദ്യങ്ങളെല്ലാം സത്യം പറഞ്ഞാൽ CPM-നകത്തെ രണ്ട് ഫ്രാക്ഷനുകൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ഉൾപ്പോരാണ്. അതിലൊന്ന് CPM-ൻ്റെ ഔദ്യോഗിക ഭാഗത്തു നിന്നുകൊണ്ട് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ്റെ അഭിപ്രായം പറയുന്നു. വ്യത്യസ്തമായ ഒരു അഭിപ്രായം മുൻ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദൻ പറയുന്നു. അപ്പോൾ അവർക്ക് തന്നെ ഈ കാര്യത്തിനകത്തൊരു യോജിപ്പില്ല എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം അതിനേക്കാൾ അപ്പുറത്താണ്. കാരണം ഒന്ന്, നിയമപരമായ ഒരു വശമുണ്ട്, രണ്ട്, ധാർമ്മികമായ മറ്റൊരു വശം കൂടിയുണ്ട്. ധാർമ്മികമായ വശമെന്ന് പറയുന്നത് ശ്രീ അച്യുതാനന്ദൻ ഉയർത്തി കാണിച്ച ഭാഗമാണ്. അദ്ദേഹം പറയുന്നു, ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി, അദ്ദേഹം ഒരു കൊലക്കേസിലെ പ്രതിയായിരിക്കെ അദ്ദേഹത്തിനത് തുടരാൻ ആ മന്ത്രിസ്ഥാനം തുടരാമോ എന്നുള്ളതാണ് അദ്ദേഹം ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് കേരള സമൂഹം ഉത്തരം പറയേണ്ടതുണ്ട്. ഈ ഗവൺമെൻറ്റിൽ തന്നെ ഇതുപോലൊരു സമാന സാഹചര്യം, ഇതുപോലെ കൃത്യതയോടുകൂടി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല, എന്നാലും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണെങ്കിലും വേണമെങ്കിൽ നമുക്ക് ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സാഹചര്യമുണ്ടായപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്നെടുത്ത തീരുമാനം വളരെ ശക്തമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അവിടെ ശ്രീ EP ജയരാജൻ തുടരുന്നത് ശരിയല്ല, EP ജയരാജൻ അതുകൊണ്ട് മന്ത്രിസഭയിൽ നിന്ന് പോകണം എന്നുള്ള നിലപാട് തന്നെ എടുത്തു. അപ്പോൾ ശ്രീ EP ജയരാജന് ഒരു നിയമവും ശ്രീ MM മണിക്ക് മറ്റൊരു നിയമവും അപ്പോൾ കോടിയേരിയുടെ മറുപടി എന്നത് EP-യുടെ കാര്യത്തിൽ മന്ത്രിയായ ശേഷം അദ്ദേഹം വരുത്തിയൊരു പിഴവാണ്, അതിൻ്റെ ഉന്നത ധാർമ്മിക മൂല്യങ്ങൾ ചൂണ്ടിക്കാട്ടി അദ്ദേഹം തന്നെ സ്വയമേവ രാജിവെച്ച് പോവുകയായിരുന്നു. MM മണിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അദ്ദേഹം മത്സരിക്കുമ്പോൾ, അദ്ദേഹം MLA ആകുമ്പോൾ, അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ, മന്ത്രി എന്ന ചുമതല നിർവഹിച്ചു വരുമ്പോഴൊക്കെ ഈ കേസ് അങ്ങനെ തന്നെ പുരോഗമിക്കുകയാണ്. അതിലെ ഒരു ദിവസത്തെ ഒരു വിധി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റൊരു സാഹചര്യം പുതുതായി വന്നിട്ടില്ല എന്നാണ്. അല്ല, ഈ കേസ് കോടതിയിൽ കിടക്കുമ്പോഴാണല്ലോ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതിന് വേണ്ടി വിളിച്ചത്. അതാണല്ലോ ഈ ആർഗ്യുമെൻ്റ്. അപ്പോൾ കോടതിയോട് ചോദിച്ചോ, ഇങ്ങനെയൊരു കേസ് കോടതിയിൽ കിടപ്പുണ്ട്, അങ്ങനെ കിടക്കുന്ന ഒരു കേസിനകത്തെ പ്രതിയായിരിക്കുന്ന ഒരു വ്യക്തി ഞങ്ങൾ മന്ത്രിയാക്കുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് അഡ്വക്കേറ്റ് ജനറലുമായിട്ട് ആലോചിച്ചോ, അല്ലെങ്കിൽ കോടതിയുടെ അഭിപ്രായം തേടിയോ? അപ്പോൾ കോടതിയുടെ അഭിപ്രായം തേടാത്തൊരു കാര്യത്തിന് കോടതിയുടെ മേൽ ഉത്തരവാദിത്തം വെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ശരിയല്ല. MLA സ്ഥാനത്തേക്ക് പിന്നീട് വരുന്നതിന് മുൻപ് മത്സരിക്കുകയുണ്ടായല്ലോ. മത്സരിക്കുമ്പോൾ നാമനിർദ്ദേശ പത്രികയിൽ നൽകിയ വിവരങ്ങളിൽ ഇതുമുണ്ട്. അപ്പോൾ ഇതാരും ഒളിച്ചു വെച്ച ഒന്നല്ല. അല്ല, അതിൽ നിന്നൊക്കെ എത്രയോ സാഹചര്യം പോയി. അത് അന്ന് കോടതിയിലൊരു ഡിസ്പ്യൂട്ടായി കിടക്കുകയായിരുന്നു. ഇന്ന് കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നു. ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ നടത്തി എന്നുള്ള കാരണത്താൽ തുടർ അന്വേഷണം നടത്തണമോ വേണ്ടയോ എന്നുള്ളതായിരുന്നു പ്രശ്നം. ഇത് കോടതിയിൽ പോയതാണ്. ഇത് ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ശ്രീ MM മണിയുടെ വാദം തള്ളിക്കളഞ്ഞു. സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതിയിൽ ശ്രീ MM മണിയുടെ വാദം തള്ളിക്കളഞ്ഞു. ഇപ്പോൾ അതേ വാദം തന്നെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ശരിയാകുമ്പോൾ കോടതി അംഗീകരിക്കാത്തൊരു വാദം. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ ഇത് നിൽക്കും. ഇത് നിയമപ്രശ്നം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ ഭാസുരേന്ദ്ര ബാബു, ഇവിടെ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഇവരെല്ലാം മണി ഇങ്ങനെ കുറ്റം ചെയ്തിരിക്കുന്നു, മണി വിചാരണ നേരിടേണ്ടതാണ് എന്ന് അന്വേഷണപരമായും നിയമപരമായും വിലയിരുത്തിയ ഘട്ടങ്ങൾ കടന്നുപോകുന്നു. ഒരു ഘട്ടത്തിൽ അതിൽ വിധേയപ്പെട്ടയാളെന്ന നിലയിൽ MM മണിയും നീതി തേടി കോടതിയെ സമീപിക്കുന്നു.
കോടതി ഇതിലൊരു വിധി പ്രസ്താവം നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ 3 കക്ഷികളുടെയും വാദഗതികൾ അപ്രസക്തമായി. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ആയാലും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആയാലും നീതി തേടിയ എം എം മണിയുടെ ആയാലും നമ്മുടെ മുന്നിലുള്ളത് ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമായ ഒരു കോടതിയുടെ ഉത്തരവാണ്. അപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്നോ രാഷ്ട്രീയമായി കെട്ടിച്ചമയ്ക്കപ്പെട്ടതാണെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്ന കേസാണെന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഈ പറയുന്ന പ്രതി ഞാൻ നിരപരാധിയാണ്, എന്നെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ വാദം തള്ളിക്കൊണ്ട് 5 ഘട്ടങ്ങളിലായി നടന്ന വിചാരണ പൂർത്തിയാക്കിക്കൊണ്ട് കോടതിയുടെ വിധി എന്ന നിലയിലാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്ന പുതിയ നിയമപരമായ സാഹചര്യം. അതിൽ നിയമപരവും ധാർമ്മികവുമായി മറുപടി പറയേണ്ട ഒരു സാഹചര്യം CPM-നും ഈ സർക്കാരിനും ഉണ്ടായിട്ടില്ലേ? അതിനകത്ത് ഇപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് മന്ത്രിസ്ഥാനം ഒഴിയണമോ ഈ ഇപ്പോൾ വന്നിരിക്കുന്ന വിധിയുടെ പശ്ചാത്തലത്തിൽ എന്നതാണോ, അഥവാ ഈ ഇഷ്യൂ ഇപ്പോൾ VS അച്യുതാനന്ദൻ കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചിരിക്കുന്നു എന്നതാണോ? ഏതായാലും VS അച്യുതാനന്ദൻ കത്തയച്ചിരിക്കുന്നു എന്ന കാര്യം VS അംഗീകരിച്ചിട്ടില്ല, പാർട്ടിയിൽ ആരും അംഗീകരിച്ചിട്ടില്ല. എങ്കിലും VS ആണ് ഇതിനകത്ത് ഒരു പ്രതിയായി, അല്ലെങ്കിൽ VS ആണ് പ്രധാനപ്പെട്ട കക്ഷിയായി വരുന്നത് കൊണ്ട് കത്തയച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ അനുമാനിക്കുന്നു. കാര്യം അദ്ദേഹത്തിൻ്റെ പഴയ ശൈലിയിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കത്തയച്ചിരിക്കുന്നു. കത്തയച്ചിരിക്കുന്നത് കൊണ്ട് ഒരിക്കൽ കൂടി നാം ഇത് ചർച്ചയ്ക്ക് എടുക്കുന്നു. അതാണ് വേണു സംഭവം. അതാണ് ഇതിനകത്ത് VS-ൻ്റെ കത്തില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പ്രശ്നം ചർച്ചയ്ക്ക് എടുക്കുമായിരുന്നില്ല. 3 ദിവസം പ്രായമായൊരു ഇഷ്യൂവാണ്. ഇവിടെ പ്രശ്നം എന്താണ്? ഒരു കോടതി വിധി ഇതിൽ വന്നിട്ടുണ്ട്, സെഷൻസ് കോടതിയുടെ ഒരു വിധി വന്നിട്ടുണ്ട്. മറ്റൊക്കെ പരിഗണിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ സുപ്രീം കോടതി വരെ FIR-നെ സംബന്ധിച്ച് അവരുടെ നിലപാട് വരെ ഇപ്പോൾ പരിശോധിക്കേണ്ട കാര്യമില്ല. മന്ത്രിയായതിനു ശേഷം ഇപ്പോൾ സെഷൻസ് കോടതിയുടെ ഒരു വിധി വന്നു. വിധി എന്താ? വിചാരണ നടത്തണമെന്നാണ് വിധി, അല്ലാതെ അദ്ദേഹത്തെ ശിക്ഷിക്കണമെന്നല്ല. അത് വിടുതൽ ഹർജി നൽകുമ്പോൾ അത് തള്ളുമ്പോൾ വിചാരണയുടെ പ്രക്രിയ കടന്നു പോകണമെന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ വരുമ്പം നമുക്ക് ചില നമ്മൾ പരിശോധിക്കേണ്ട ചില സാമാന്യ യുക്തികളുണ്ട്. എന്തുകൊണ്ട് MM മണി മന്ത്രിയായിരുന്നപ്പോൾ നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും എല്ലാം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കം അദ്ദേഹം കൊലക്കേസിലെ പ്രതിയാണ്, അതുകൊണ്ട് മന്ത്രിയായി സത്യപ്രതിജ്ഞ അനുവദിക്കാൻ പാടില്ല. ഇപ്പോൾ ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ കോടതിയോട് ആലോചിക്കണം, AGയോട് ആലോചിക്കണം, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ക്രിമിനൽ കേസുള്ള ഒരാൾക്ക് മന്ത്രിയാവുന്നതിനൊന്നും തടസ്സമല്ല. അതിൻ്റെ വിധി വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ ഗുണവശങ്ങളെക്കുറിച്ചോ ദോഷവശങ്ങളെക്കുറിച്ചോ മെറിറ്റിനെക്കുറിച്ചോ പിന്നീട് ആലോചിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതൊരു നല്ല വാദമുഖമേ അല്ല എന്ന് ഞാൻ കരുതുന്നു, നിലനിൽക്കത്തക്കതല്ല. പക്ഷേ അദ്ദേഹം വക്കീലൊക്കെയാണ്, ഒരുപക്ഷെ അദ്ദേഹത്തിന് ഞാൻ തെറ്റ് പറയുന്നതെങ്കിൽ തിരുത്തുകയും ചെയ്യാം. എങ്കിൽ പോലും ക്രിമിനൽ കേസുള്ള ഒരാൾ, ഇവിടെ നമ്മൾ MM മണിയെ ക്രിമിനൽ കേസ് നിലയ്ക്ക് എടുക്കുമ്പോൾ എന്തുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ മന്ത്രിയാക്കുമ്പോൾ തന്നെ എതിർത്തില്ല എന്ന് ചോദിച്ചാൽ അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തേണ്ട അതിനൊരു കാരണമുണ്ട്. കാരണം അദ്ദേഹം നടത്തിയ വെളിവാക്കൽ, ആ വെളിവാക്കലിലെ മനുഷ്യത്വരഹിതമായ കാര്യത്തെ അന്ന് തന്നെ വിമർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം അതിനെതിരെ നടപടിയെടുക്കണമെന്ന് അടിയന്തരമായി ആവശ്യപ്പെട്ട ഒരു പാർട്ടിയുമാണ് CPIM. അങ്ങനെ വരുമ്പം അതിനകത്ത് അത് തന്നെ തെളിവായി എടുത്താൽ പോലും അതൊരു പുതിയ തെളിവേ അല്ല. അതിന് യാതൊരു സംശയവും വേണ്ട. IPC അനുസരിച്ചൊരു പുതിയ തെളിവല്ല. കുറ്റകൃത്യത്തിന് കാലഹരണമില്ല എന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഒരു നല്ല വകുപ്പാണ്. പക്ഷേ അന്ന് മണി പറഞ്ഞത് അതേ സംബന്ധിച്ച് മണിയുടെ വർത്തമാനങ്ങളെ തെളിവായി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ശിക്ഷിക്കാനാവില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. കാരണം ശിക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു കേസാണ്. താങ്കൾ പറയുന്നത് വിവാദ പ്രസംഗത്തിന്റെ കാര്യമാണ് ഭാസ്വരേന്ദ്ര ബാബു. അതിലെ നിയമപരമായി കോടതികൾ നടത്തിയ വിധി പ്രസ്താവങ്ങളുമാണ്. അതിനുശേഷം പിന്നീട് ആണ് ഈ പറയുന്ന പുനരന്വേഷണം ആവശ്യപ്പെട്ട് അഞ്ചേരി ബേബിയുടെ ബന്ധുക്കൾ കോടതിയെ സമീപിക്കുന്നതും കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നതും കുറ്റപത്രം സമർപ്പിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഗൂഢാലോചനയാണ്. അങ്ങ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരിക്കൽ ശിക്ഷിച്ചവരെ വീണ്ടും ശിക്ഷിക്കാൻ പ്രതികളാക്കിക്കൊണ്ടുള്ള ഒരു നിയമ നടപടിയല്ല ഇപ്പോൾ പോകുന്നത്. അങ്ങ് ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. നാം ഇപ്പോൾ ഈ 3 ദിവസം പ്രായമായ വിഷയം വീണ്ടും ചർച്ച ചെയ്യുന്നതിൻ്റെ സാഹചര്യം നിയമപരമല്ല, VS-ൻ്റെ കത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം VS ഈ കോടതി വിധി വന്ന അന്ന് തന്നെ അയച്ച കത്താണ്, സ്വാഭാവികമായും യെച്ചൂരിക്ക്. ഇപ്പോഴാണത് മാധ്യമങ്ങൾ പുറത്ത് വിടാൻ പാകത്തിൽ ഇന്ന് അറിഞ്ഞത് എന്ന് മാത്രം. അപ്പോൾ മുൻപ് ചെയ്യുന്ന ഒരു രീതി ഉണ്ടല്ലോ VS, അതെന്തായാലും ഇത്തവണ അവലംബിച്ചിട്ടില്ല. പിന്നെയും
3 ദിവസം കഴിഞ്ഞിട്ട് ആ വിവരം കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ ആധികാരികതയില്ല, അപ്പോഴും വന്നിരിക്കുകയാണ്. ആധികാരികതയില്ല, ഉറപ്പുവരുത്താൻ ഭാസ്കരേന്ദ്ര ബാബു അങ്ങനെ ഒരു കത്തുണ്ട്. പക്ഷെ നമുക്കിടയിൽ ഒരു തർക്കമാക്കി അതിനെ മാറ്റേണ്ട. എന്തായാലും അങ്ങ് തന്നെ പറഞ്ഞതുപോലെ VS മുമ്പ് അയച്ചിട്ടുള്ളതിന്റെ ഒരു പശ്ചാത്തലം കൂടെ വെച്ചുകൊണ്ട് നമുക്കത് ഉണ്ടെന്ന് വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാം. അങ്ങനെ വരുമ്പോൾ പുതിയ VS ഉന്നയിക്കുന്ന ഈ പുതിയ സാഹചര്യത്തെ എങ്ങനെയാണ് ഈ പാർട്ടി അഭിമുഖീകരിക്കുക? ഞാൻ പറയുന്നത് ഇദ്ദേഹം മന്ത്രിയാകുന്നതിനോ MLA ആകുന്നതിനോ, മന്ത്രിയാകുന്നതിനുള്ള മിനിമം യോഗ്യത MLA ആവുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ 6 മാസം കൊണ്ട് ജയിക്കുക എന്നതാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് MLA ആയി വന്നിരിക്കുന്ന ഒരാൾക്ക് ആ സമയത്ത് തന്നെ അയാൾക്കെതിരെ ഒരു കേസുണ്ട്. ക്രിമിനൽ കേസിൻ്റെ പശ്ചാത്തലമുള്ള ധാരാളം ആളുകൾ മന്ത്രിമാരായിട്ടുണ്ട്. കൊലപാതക കേസിലല്ല അദ്ദേഹം ഇപ്പോൾ പ്രതിയാകുന്നത്, കൊലപാതകം ആസൂത്രണം ചെയ്ത ഗൂഢാലോചന കേസിലാണ്. അത് മനസ്സിലാക്കണം. അങ്ങനെ വരുമ്പം കൊലപാതക കേസ് എന്ന് പറഞ്ഞ് അതിനെ കൂടുതൽ ഹീനമാക്കില്ല. കൊലപാതക കേസിന് ഗൂഢാലോചന കൊലപാതക കുറ്റവുമുണ്ട്, IPC 302 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ്. എന്തായാലും ഗൂഢാലോചനാപരമായി മാത്രമേ ആ സാഹചര്യപരമായ ഘടകത്തിൽ അദ്ദേഹത്തെ പെടുത്താൻ കഴിയുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് തന്നെ നിലനിൽക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. രാഷ്ട്രീയ വൈരമാണ് അതിൻ്റെ അടിസ്ഥാനമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ എതിർക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് പോലും എനിക്ക് MM മണിയോട് കാണിക്കുന്ന സൗജന്യമല്ല, ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. MM മണിയെ രാഷ്ട്രീയമായി തന്നെ ഉപദ്രവിക്കുകയായിരുന്നു അന്ന്. ശരിക്കും പറഞ്ഞാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണ പോലീസ് എല്ലാം തോന്നുന്നു. ഏതായാലും അങ്ങനെയാണ് സംഭവിച്ചതെന്ന് കരുതുന്നയാളാണ് ഞാൻ. ഏതായാലും അദ്ദേഹം മന്ത്രിയാകുന്ന സമയത്ത് ആരും എതിർക്കാതിരുന്നത് EP ജയരാജൻ രാജിവെക്കുന്ന അതിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ പശ്ചാത്തലം നിലനിൽക്കുന്നുണ്ട്, രാഷ്ട്രീയമായി കൂടുതൽ പ്രസക്തമായൊരു പശ്ചാത്തലം നിലനിൽക്കുന്നത്. പുതിയ സാഹചര്യത്തിലേക്ക് വരാം. VS കത്ത് നൽകിയിരിക്കുന്ന കേന്ദ്ര നേതൃത്വത്തിനാണ്. അടുത്ത CC ചേരുന്നത് ജനുവരി ആദ്യവാരം തിരുവനന്തപുരത്ത് വെച്ചാണ്. ഈ കത്തിൻ്റെ എന്ത് തരത്തിലുള്ള, ഈ കത്ത് എന്തായാലും പരിഗണിക്കാതെ അങ്ങ് തള്ളിക്കളയില്ലല്ലോ. ഇതിൻ്റെ മേൽ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഇടപെടലിൻ്റെ സാഹചര്യം അതുവഴി ഒരുങ്ങുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല. അല്ല, അതിലേക്ക് ഞാൻ വരുമ്പം അതിനകത്ത് ഞാൻ കാണുന്ന ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അതിലേക്ക് വരാം. 1 മിനിറ്റ് മതി. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ MM മണി മന്ത്രിയാകുന്ന സമയത്ത്, സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാകുന്ന സമയത്ത്, അതിനെതിരെ എതിരാളികൾ പോലും ആക്ഷേപങ്ങൾ ഉന്നയിക്കാതിരുന്ന സമയത്ത് എന്ത് സ്റ്റാറ്റസ് ആയിരുന്നോ അദ്ദേഹത്തിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കേസിന്, ആ കേസിൻ്റെ സ്റ്റാറ്റസ് മാറിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മേൽ അദ്ദേഹത്തിന് രാജിവെക്കാനാവില്ല. ഇതിൻ്റെ മേലൊരു വിധി വന്നാൽ രാജിവെക്കേണ്ടിയും വരും, വിചാരണയ്ക്ക് ശേഷം. ഏതായാലും കേന്ദ്ര സമിതിക്ക് ഇത് ചർച്ച ചെയ്തേ പറ്റൂ. VS അച്യുതാനന്ദൻ്റെ കത്ത്, സെൻട്രൽ കമ്മിറ്റി അംഗമായിരിക്കുന്ന ക്ഷണിതാവായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കത്ത് ചർച്ച ചെയ്യുമ്പോൾ അതിന് മുമ്പ് ഒരു ഘട്ടത്തിൽ മണിയുടെ കാര്യത്തിനകത്ത് വിയോജിപ്പ് പ്രകടിച്ച കമ്മിറ്റിയുമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം മനസ്സിലാക്കിയ സമയത്ത് അതിനോട് വിയോജിക്കുകയും ചെയ്ത കമ്മിറ്റിയുമാണ്. അത് എന്ത് വേണമെങ്കിൽ തീരുമാനിക്കട്ടെ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് വെച്ചാണെങ്കിൽ, ഇപ്പോഴത്തെ അവസ്ഥയിൽ പുതിയതായി രാജി ആവശ്യപ്പെടാൻ പറ്റുന്ന സ്റ്റാറ്റസ് ചേഞ്ച് ഒന്നുമില്ല. അഥവാ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴുള്ള സ്റ്റാറ്റസ് അല്ലാതെ വേറെ ഒരു കാര്യവും ഈ കേസിന് സംഭവിച്ചിട്ടില്ല. ശരി, ശ്രീ NP ചെക്കുട്ടി, ഇപ്പോൾ EP ജയരാജൻ്റെ കാര്യം വന്നപ്പോൾ കേന്ദ്ര നേതൃത്വം ഇടപെട്ടു. അതിൻ്റെ കാരണം EP ഒന്നാമതായി കേന്ദ്ര കമ്മിറ്റി അംഗമാണ് എന്നതുകൂടെയാണല്ലോ. ഇവിടെ ഇപ്പോൾ MM മണിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. MM മണി സംസ്ഥാന സമിതിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അംഗമായിരിക്കുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായും സംസ്ഥാന നേതൃത്വമാണ് ആ വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടത്. ആവശ്യമെങ്കിൽ മാർഗനിർദ്ദേശം കേന്ദ്ര നേതൃത്വം നൽകുക എന്ന സമീപനമായിരിക്കും സംഘടനാപരമായി പുലർത്തുക. പക്ഷേ നമ്മുടെ മുന്നിലുള്ളൊരു സാഹചര്യം ഈ മര്യാദ തന്നെ പരിഗണിച്ചുകൊണ്ടാകാം, ഈ ജനാധിപത്യ സംവിധാനം തന്നെ പരിഗണിച്ചുകൊണ്ടാകാം ഒരുപക്ഷേ മണിയെ ആദ്യം തന്നെ മന്ത്രിയാക്കരുത് എന്ന നിലപാട് ഈ മന്ത്രിസഭാ രൂപീകരണ ഘട്ടത്തിൽ കേന്ദ്ര നേതൃത്വം എടുത്തത്. പിന്നെ വീണ്ടും മന്ത്രിയാക്കാൻ പോകുന്ന ആലോചനകൾ വന്നപ്പോൾ സംസ്ഥാന നേതൃത്വം തന്നെ ആ വിഷയത്തിൽ തീരുമാനമെടുക്കട്ടെ എന്ന നിലപാട് സ്വീകരിച്ചത്. ആ കാര്യത്തിൽ പിണറായിയുടെ ആയാലും കോടിയേരിയുടെ ആയാലും ഐക്യവും അവരുടെ അഭിപ്രായത്തിന് കൊടുക്കേണ്ട വിലയുമെല്ലാം കേന്ദ്ര നേതൃത്വം പരിഗണിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഇതൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ പുതിയൊരു സാഹചര്യം എന്ന നിലയിൽ VSൻ്റെ കത്ത് പരിഗണിച്ച് നാം ഇതുവരെ പുലർത്തി വന്ന സമീപനമല്ല, വ്യത്യസ്തമായൊരു സമീപനമെടുക്കേണ്ട സാഹചര്യമുണ്ടായിരിക്കുന്നു, അതിനൊരു കാരണഭൂതനായി VS നിൽക്കുന്നു എന്ന നിലയിൽ ഒരാലോചന കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ജനുവരി ആദ്യവാരത്തെ CCയിൽ ഉണ്ടാകുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ?
തീർച്ചയായും ഈ മന്ത്രിസഭയുടെ രൂപീകരണ സമയത്ത് തന്നെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പത്രസമ്മേളനത്തിൻ്റെ സമയത്ത് തന്നെ ഈ മന്ത്രിസഭയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് കൊടുക്കുമെന്ന് വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സീതാറാം യെച്ചൂരി പറഞ്ഞത് ചെറിയ കാര്യമല്ല. കാരണം ഈ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മന്ത്രിസഭയെ മുന്നോട്ട് നയിക്കാനാവശ്യമായ എല്ലാ തരത്തിലുള്ള ഗൈഡൻസും കൊടുക്കുമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തെ പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു രാഷ്ട്രീയ പ്രശ്നമാണ്. ഇതൊരു രാഷ്ട്രീയ പ്രശ്നം മാത്രമല്ല, നൈതിക പ്രശ്നമുണ്ട് അതിനകത്ത്, അതേപോലെ തന്നെ നിയമപരമായ പ്രശ്നമുണ്ട്. നൈതികതയുടെ പ്രശ്നം വളരെ ഗൗരവമായിട്ടൊരു പ്രശ്നം തന്നെയാണ്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ താല്പര്യങ്ങളെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. മറിച്ച് ഒരു ജനാധിപത്യ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാവുന്ന നിലപാടുകൾ മാത്രമേ എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മണിയുടെ വിഷയത്തിൽ മറിച്ചൊരു നിലപാട് അവർക്ക് എടുക്കാൻ കഴിയില്ല. ജയരാജൻ്റെ കാര്യത്തിലെടുത്ത അതേ നിലപാട് തന്നെ അവർ എടുക്കേണ്ടതായിട്ട് വരും. അതിനുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു കേസിൽ പ്രതിയാണെന്നുള്ളത്, ഒരു കൊലക്കേസിൽ പ്രതിയാണെന്നുള്ളത് മാത്രമല്ല, ആ കൊലക്കേസിൻ്റെ ഇനി അങ്ങോട്ടുള്ള വിചാരണയുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഘട്ടത്തിലും അതിനെ സ്വാധീനിക്കാനും അതിനെ അട്ടിമറിക്കാനും സാധ്യതയുള്ള ഒരു പദവിയിൽ ഒരാളിരിക്കുക എന്ന് പറയുന്നത് വലിയ തെറ്റായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഇതിനകത്ത് പ്രശ്നമുണ്ടാവും. CPM-നകത്ത് വളരെ ശക്തമായിട്ടുള്ള വിയോജിപ്പുകളുണ്ടാവും. ഈ വിയോജിപ്പുകൾ സംസ്ഥാന